അത് കോൺട്രാസ്റ്റ് വെള്ളല്ലേ ഇന്നാണ് കേട്ടോ നമ്മള് കൊറേ നാളായിട്ട് കാത്തിരുന്ന നമ്മുടെ വീട്ടിലെ കല്യാണം. അതായത് ചെറിയേട്ടന്റെ മോന്റെ കല്യാണമാണ്. ചേട്ടന്റെ രണ്ടാമത്തെ ചേട്ടന്റെ മോന്റെ കേട്ടാ. അപ്പൊ ഗുരുവായൂർ അമ്പലത്തിലാണ് കെട്ട്. വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി കാണാം. പിന്നെ ഞാനാണെങ്കിൽ ഒരു പുതിയ വേഷത്തിലാ. ചേട്ടനോട് എല്ലാവരും ഷർട്ട് ഇടാൻ പറയാറില്ലേ? ചേട്ടനോട് ഷർട്ട് ഡീസുണ്ട് കേട്ടാ. അപ്പൊ ആ അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ, ചേട്ടന് ഭംഗി ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. നമുക്ക് അവിടെ കാണാം അല്ലേ? നമ്മുടെ കല്യാണ ചെക്കൻ സഞ്ജു കൂട്ടാ. അപ്പൊ ഇവിടെ ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത്. അപ്പൊ എല്ലാവരും വീടുകളിലേക്ക് വന്നു തുടങ്ങി. ചെറിയേട്ടനും ചെറിയച്ചും, അതായത് ചെറിയേട്ടന്റെ മകന്റെ ആണ് കേട്ടോ ഇന്ന് കല്യാണം. ഇത് ഏറ്റവും താഴെ മക്കള് പൊന്നൂസും മിന്നാണ് കേട്ടോ. പിന്നെ നമ്മുടെ കൺമണിക്കുട്ടിയുടെ അച്ഛൻ ഇന്ദ്രജിത്ത് മാൾട്ടേനാണ് കല്യാണമൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് കല്യാണ ചെക്കൻ്റെ അനിയൻ സച്ചിൻ. പിന്നാലെ പോണത് ചേട്ടൻ്റെ മോനാണ്. പിന്നെ ഇത് ഞങ്ങളുടെ അലീനയിലത് കല്യാണമൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ ഇനി എല്ലാ വിശേഷങ്ങളൊക്കെ ഞാനിങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയണില്ല. ഞാനിങ്ങനെ എല്ലാവരും ഒരു ഫ്രെയിമിൽ ഒരു ഫോട്ടോ ഒക്കെ ആയിട്ട് കാണിക്കും, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും കേട്ടോ. പിന്നെ നമ്മുടെ അല്ലു ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാനിതാ കല്യാണ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും ആയിട്ട് നിൽക്കുന്നത്, അതായത് ചേട്ടന്മാരും ചേച്ചിമാരും അനിയനും അനിയത്തിയും മക്കളും അതേപോലെ ചെറിയ ചേച്ചിയുടെ ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ബസ്സിലാണ് കേട്ടോ പോണത്. അപ്പോൾ ബസ്സിനെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കണേ. ബസ് പക്ഷെ വന്ന് കിടക്കുന്നുണ്ട്. മുന്നേ തന്നെ ഇവിടെ ബസ് വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ റോഡിൽ ബ്ലോക്ക് ആവും. അതുകൊണ്ട് നമ്മൾ വന്ന് നിന്നതിന് ശേഷമാണ് കേട്ടോ ബസ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഗുരുവായൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ എല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുന്ന നമ്മുടെ ഭഗവാന്റെ അവിടേക്ക് എത്തി ഞങ്ങളിതാ ഗുരുവായൂർ നടയിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഗുരുവായൂരത്തെ വിശേഷങ്ങളും തിരക്കുകളും ഒക്കെ നമുക്ക് ആസ്വദിക്കാം. മാക്സിമം ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ.
കെട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ സഞ്ജും സുവർണയും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ കുറച്ച് സമയം നമ്മൾ എന്തായാലും ഗുരുവായൂർ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൺമണിക്കുട്ടീനെയും കുട്ടനെയും കൊണ്ട് ജ്യൂസ് കഴിക്കാൻ വെച്ചിട്ട് ആ കടയിലേക്ക് കയറിയിട്ടാ. കുട്ടാ എങ്ങനെയുണ്ട്? കൊള്ളാം. അമ്മാമ്മ ഉണ്ടാക്കി തന്നെ ജ്യൂസ് പോലെ ഉണ്ടാ ഉണ്ട്. കൺമണിക്കുട്ടി പറഞ്ഞേ എങ്ങനെയുണ്ട് മാമ പഴംപൊരി? പിന്നെ വിശപ്പിളകാട് കൂടും ചെയ്യും ടേസ്റ്റ്. അതാണ് ഇത് കണ്ടത് ഇവിടെ ചേട്ടിരുന്നത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടാ. ഫ്രഷ് പഴംപൊരി കേട്ടാ. നമ്മുടെ ഗുരുവായൂർ ഇവിടെ തന്നെയാണ് കേട്ടാ ഞങ്ങക്ക് കിട്ടുക. ഇതെവിടെ സ്ഥലം? നമ്മുടെ ഗുരുവായൂർ തന്നെയല്ലേ? ഗുരുവായൂർ ഈ ഭാഗം തന്നെയല്ലേ? തെക്കേ നടയിലല്ലേ? അതിന്റെ അടുത്തായിട്ടുള്ളതല്ലേ? ഷായേട്ടനോ അപ്പും അപ്പൊക്കെ ഇതാ. അപ്പൊ എങ്ങനെയുണ്ട്? അപ്പോ രസമുണ്ട്. അവണി ഇതിനായിട്ട് വന്ന പോലെ ഉണ്ട് ഇവിടേക്ക്. ഇതിനായിട്ട് ഇവിടേക്ക് വന്ന പോലെ ഉണ്ടെന്ന്. ജ്യൂസൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളും കൊണ്ട് നമ്മുടെ ഗുരുവായൂർ കേശവരെ കാണിക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി. കുട്ടികൾക്ക് കല്യാണം അതേപോലെ തന്നെ ഒരു ടൂർ വന്ന ഒരു ഫീലും കൂടി അവർക്ക് ഉള്ള പോലെ തോന്നിയിട്ട് അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഷായിട്ടിനാണെങ്കിൽ ഗുരുവായൂർ കേശവനെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. കുട്ടികളൊക്കെ നിർത്തി മാറി മാറി ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടാ. അപ്പോൾ നമ്മുടെ ഗുരുവായൂർ കേശവനെ ഞാൻ ശരിക്കും ഒന്ന് കാണിച്ചു തരാം കേട്ടാ. നമ്മുടെ ഗുരുവായൂർ കേശവൻ ഗുരുവായൂർ വന്നിട്ട് നമ്മുടെ ഗുരുവായൂർ കേശവനെ കാണാണ്ട് എങ്ങനെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റുക? ഇതാണ് കേട്ടോ മരപ്രഭു. അതേപോലെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. നല്ല തണല്, നല്ല അന്തരീക്ഷം, നല്ല സുഖം അവിടെ ഇരിക്കാനായിട്ട്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ അളിയനും കൺമണിക്കുട്ടിയും കുട്ടനൊക്കെ നമ്മുടെ ഗുരുവായൂർ കേശവൻ്റെ അടുത്ത് നിന്നിട്ട് കുറേ ഫോട്ടോകളൊക്കെ എടുക്കുന്നുണ്ട്. ഷായേട്ടനായിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നത്. അതേപോലെ തന്നെ മോനും എടുക്കുന്നുണ്ടായിരുന്നു. മാമനും മക്കളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാമന് ഞാൻ വിളിക്കുന്നത് അളിയനെ കുട്ടികളെ വിളിക്കുന്ന കേട്ടിട്ടായിട്ടാണ്. കുട്ടികളുടെ കൂടെ ഒരുമിച്ച് അവരുടെ ഇഷ്ടത്തിന് കൂടെ ചേർന്ന ആളായിട്ടാണ്. അത് കഴിഞ്ഞ് അളിയൻ അവിടെ നമ്മുടെ ഗുരുവായൂർ നടക്കിയ കുറേ കടകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കയറി കൺമണിക്കുട്ടിക്ക് എന്തോ ഇഷ്ടമുള്ളത് നോക്കി അത് അങ്ങനെ എടുത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഓണക്കുള്ളിൽ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. മൈക്ക് നമ്മൾ ഗുരുവായൂർ നമുക്കറിയാം. ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ ഒരു മോതിരല്ലേ പണ്ടേ മുതൽ നമുക്കൊരു ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് മോതിരം മാറിയിട്ട് അങ്ങനെ മോതിരൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ഓടക്കൂടിൽ കിട്ടിയോടുകൂടി നമ്മുടെ കൺമണിക്കുട്ടിയും കുട്ടനും നല്ല രസമായിട്ടാട്ടോ പിന്നത്തെ അവരെ വരവ് നടത്തുകയായിരുന്നത്. നല്ല ആക്റ്റീവായിരിക്കും.
ഗുരുവായൂർ വെച്ചിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് മാത്രമാണ് ഞാൻ സുമേനെ പരിചയം. നമ്മുടെ വീടിൻ്റെ അടുത്താണ്, പക്ഷെ ഞങ്ങൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഫോൺ ഇടയ്ക്ക് വിളിക്കാറുണ്ടെങ്കിലും കൂടിയിട്ട്. പക്ഷെ ഇന്ന് ഗുരുവായൂർ വെച്ചിട്ടാട്ടോ സുമേനെ കാണാൻ പറ്റിയത്. സുമേനെ കല്യാണം കഴിച്ചു കൊടുത്തുള്ള ഗുരുവായൂരാണ്. പക്ഷെ സുമയുടെ സ്വന്തം വീട് നമ്മുടെ വീടിൻ്റെ അടുത്താണ്, പക്ഷെ കണ്ടിട്ടുമില്ല ഞങ്ങൾ. നമ്മളുണ്ടല്ലോ ഇതാ അമ്പലത്തിൽ നിന്ന് പോരാണ് കേട്ടോ. ബസ്സിൽ കയറിയപ്പോൾ പിന്നെ എല്ലാവരും ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങിയിട്ടാ. പക്ഷേ നല്ല പാട്ടൊക്കെ വെച്ചിട്ടായിരുന്നു ഇവർ കളിച്ചിരുന്നത്. പക്ഷെ നമുക്ക് കോപ്പിറൈറ്റ് വരും. അപ്പോൾ പിന്നെ ചിലപ്പോൾ വീഡിയോ പബ്ലിഷ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവർ കളിക്കണേൻ്റെ മ്യൂസിക് ഒന്നും ഇടാത്തത് കേട്ടോ. സഞ്ജുവിൻ്റെ കല്യാണത്തിൻ്റെ അന്ന് തന്നെയായിരുന്നു കേട്ടോ അവൻ്റെ ബർത്ത്ഡേയും. അപ്പോൾ ഒരു കേക്കൊക്കെ ഞങ്ങൾ മുറിച്ചു. അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. ചച്ചിനോട് ചച്ചി നമ്മളിതാ വീട്ടിലെത്തി. ഇനി നിലവിളക്ക് കൊടുത്ത് വീട്ടിൽ കയറ്റുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. എല്ലാവരും എന്നോട് പറയാറുള്ളത് സ്മിത സാരി എടുക്കുമ്പോൾ ഷായിട്ടിന് ഒരു കുർത്തിയും കൊണ്ടുവന്ന്. ഇന്ന് ഞാൻ അതാട്ട ഷായിട്ടിനോട് കുറേ നിർബന്ധിച്ചിട്ടാട്ട ഷായിട്ട് ഇട്ടത്. നല്ല ഭംഗിയില്ലേ? അടുത്ത ദിവസം ആ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും കേട്ടോ.